ഇതാ മറ്റൊരു ചരിത്രം കൂടി ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. ഇനി മുതൽ കേരളം അതിദാരിദ്ര്യമില്ലാത്തവരുടെ നാട്. നിങ്ങൾ ഏതൊരു നടപടിയും സ്വീകരിക്കുന്നു. ഏറ്റവും ദരിദ്രരും ദുർബലരുമായ മനുഷ്യരുടെ മുഖം ഓർക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകളുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്ന നേട്ടമാണിത്. സമൂഹത്തിൽ ദുർബലരായ അതിദരിദ്ര ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിച്ച് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും മഹത്തരമായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പൂർത്തീകരണത്തിൻ്റെ വിജയകാഹളം ഇതാ ഇവിടെ മുഴങ്ങുകയാണ്. കേരളം ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാവുന്നതിൻ്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള മഹാസമ്മേളനം ആരംഭിക്കുകയാണ്. ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS അവരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി സംസാരിക്കുകയാണ്. അവിടെ വേദിയിൽ മമ്മൂട്ടി മുഖ്യമന്ത്രിയോട് നേരത്തെ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ചെവിയിൽ. മുഖ്യമന്ത്രി മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ എന്നിവർ എത്തുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും മോഹൻലാലും കമലഹാസനും പരിപാടിക്ക് എത്തുന്നില്ല എന്ന് സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. എന്തോ തിരക്കിലാണെന്നാണ് അവർ പറയുന്നത്. അവരില്ലെങ്കിലും മമ്മൂട്ടിയുണ്ട്. മലയാളത്തിൻ്റെ മഹാനടൻ ഉറപ്പായും ഒരു അട്രാക്ഷനാണ്. വേദിയിലുണ്ട് മമ്മൂട്ടി. ചീഫ് സെക്രട്ടറി ഒരുപക്ഷെ ഇനി സംസാരിക്കാൻ പോകുന്നത് ഇത് കണ്ടെത്തിയ 64,006 കുടുംബങ്ങൾ, അതിൽ കുറച്ചുപേർ മരിച്ചു, കുറച്ചുപേർ സ്ഥലം മാറിപ്പോയി, അങ്ങനെ മൊത്തം 59,000 ചില്ലുവാനം കുടുംബങ്ങൾ ഒത്തുകൂടുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ മാത്രമല്ല, ഒരു വാഗ്ദാനം പാലിച്ചു എന്ന സന്തോഷം പങ്കിടാനാണ്. 1956 ഈ ദിനത്തിൽ കേരളം രൂപം കൊണ്ടു. 2025 ഇതേ ദിനത്തിൽ നാം അഭിമാനത്തോടെ ലോകത്തോട് പറയുന്നു, കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതായി. ഈ ചരിത്ര പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ അറ്റത്തു നിന്നും മുഖ്യധാരയിലേക്ക് കാൽവെച്ച് കുടുംബങ്ങൾക്കാണ് ഈ സ്വാഗതത്തിന് ഏറ്റവും അധികം അർഹതയുള്ളത്. നിങ്ങളാണ് ഈ ആഘോഷത്തിൻ്റെ ഹൃദയം. ഈ ദിവസം നിങ്ങളുടേതാണ്. 1956 കേരളം രൂപം കൊണ്ടപ്പോൾ ഒരു തലമുറയ്ക്കുള്ളിൽ നാം ദാരിദ്ര്യം ഇല്ലാതായ കേരളം എന്ന് പറയുമോ എന്ന് ആരും വിചാരിച്ചിരുന്നില്ല. The road from 1956 to 2025 is not a straight line. It's a long winding footpath built by ordinary people. കർഷകരും അധ്യാപകരും നഴ്സുമാരും പഞ്ചായത്ത് അംഗങ്ങളും മത്സ്യത്തൊഴിലാളികളും സാധാരണ ജനങ്ങളും ചേർന്ന് കൈകോർത്ത് പണിത ഒരു പാത. ചിലർ ചോദിക്കും, കേരളം എങ്ങനെയാണ് ഇതുവരെ എത്തിയത്? ഉത്തരം സിമ്പിളാണ്. ഇവിടെ ജനങ്ങളാണ് മുൻനിരയിൽ. 1956 കേരളം രൂപം കൊണ്ടതിൻ്റെ ശേഷം കേരളം നടപ്പിൽ ആക്കിയ ഏറ്റവും മനോഹരമായ നിയമമാണ് ഭൂപരിഷ്കരണ നിയമം. നാം ഭൂമി കർഷകർക്ക് നൽകി. അതൊരു നയം മാത്രമല്ല. Land to the tiller was not just a policy, it was poetry written in the language of justice. പൊതുവിദ്യാഭ്യാസവും പൊതു ആരോഗ്യവും നമ്മുടെ പ്രയോറിറ്റിയായി. ഓരോ കുട്ടിക്കും പഠിക്കാൻ അവസരം കൊടുത്തു. ഓരോ രോഗിക്കും ചികിത്സ ലഭിക്കുന്നെന്ന് ഉറപ്പ് നൽകി. GDP മാത്രമായിരുന്നില്ല നമ്മുടെ വിജയത്തിൻ്റെ അളവുകോൽ. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും അവരുടെ കണ്ണിലെ സ്വപ്നത്തിലും തന്നെയാണ് നാം വിജയം കണ്ടത്. നാം പഞ്ചായത്തുകൾക്ക് ശക്തി നൽകി. സ്ത്രീ കൂട്ടായ്മയ്ക്ക് മുമ്പോട്ട് വെച്ചു. കുടുംബശ്രീയും സഹകരണ സംഘങ്ങളും നമ്മെ പഠിപ്പിച്ചു, ഒരു ഗ്രാമം ഒന്നായി പ്രവർത്തിച്ചാൽ ഒന്നും അസാധ്യമല്ല. പിന്നീട് നമ്മുടെ ലക്ഷ്യം ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക എന്നതായി. ഓരോ കുടുംബത്തെയും തിരിച്ചറിഞ്ഞു. നോട്ട് ജസ്റ്റ് ഇൻകം, ബട്ട് ഹൗസിംഗ്, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ഹെൽത്ത്. We made micro plans for each household, and we stayed until the doors opened, the roofs stopped leaking, medicines arrived on time, and the work brought dignity. In short, we moved from enumeration to emancipation. ഇന്നത്തെ അതിദാരിദ്ര്യം ഇല്ലാത്ത കേരളം എന്നതിൻ്റെ അർത്ഥം എന്താണ്? It means that in the state of Kerala, we will not allow any family to fall below a floor. കേരളത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ല് എന്ന അവകാശവാദവുമായാണ് അതിദരിദ്രരില്ലാത്ത കേരളം പിറന്നുവെന്ന പ്രഖ്യാപനം ഉണ്ടാവുന്നത്. മുഖ്യമന്ത്രി രാവിലെ നിയമസഭയിൽ ആ പ്രഖ്യാപനം പുതുയുഗപ്പിറവി എന്ന വിശേഷണത്തിൽ ആ പ്രഖ്യാപനം നടത്തിയതാണ്. അതിന്റെ പൊതുപരിപാടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ മഹാനടൻ മമ്മൂട്ടി അവിടെയുണ്ട്. വേദിയിൽ ഒട്ടുമിക്ക എല്ലാ
മന്ത്രിമാർ, MLA മാർ, പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ വേദിയിലുണ്ട്. മന്ത്രി GR അനിലിനെ കാണാം, മന്ത്രി പി രാജീവുണ്ട്, മന്ത്രി MP രാജേഷ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ N ഷംസീർ, ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ എല്ലാവരും അവിടെയുണ്ട്. MLA മാരുണ്ട്, തിരുവനന്തപുരത്ത് MLA മാരുണ്ട്, CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാർ അവിടെയുണ്ട്. പ്രതിപക്ഷം ഈ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ്. പ്രതിപക്ഷം പറയുന്നത് തട്ടിപ്പാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അവർ രാവിലെ നിയമസഭ ബഹിഷ്കരിച്ചു, ഈ പരിപാടിയും പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്. എന്തായാലും കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനം, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം അതിദരിദ്രമുക്തമായി പ്രഖ്യാപിക്കുന്ന അവകാശവാദത്തോടെയാണ് ആ പരിപാടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിപാടി അവിടെ പുരോഗമിക്കുമ്പോൾ ചീഫ് സെക്രട്ടറി ജയതിലക് സംസാരിക്കുകയാണ്. അതിനുശേഷം ഓരോരുത്തരെ സംസാരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാനിടയുള്ള ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ ആകാംക്ഷ ഉളവാക്കുന്നതാണ്. മന്ത്രി MP രാജേഷ് ഈ പരിപാടി ഉണ്ടായ വഴി, വന്ന വഴി ഒരിക്കൽ കൂടി ഒരുപക്ഷെ വിശദീകരിക്കുമായിരിക്കാം. എന്തായാലും ആ പരിപാടി പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ സ്വാഗത പ്രസംഗം നടത്തുകയാണ് ചീഫ് സെക്രട്ടറി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.